എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 87, 88 എന്നീ 2 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 2 ശ്ലോകങ്ങളിലും കവി ഉപജാതി വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രാത്രി വർണ്ണനയും അതുപോലെ തന്നെ കുണ്ടിനത്തിൽ എത്തിച്ചേർന്നതായ ഭടന്മാർ, അതല്ലെങ്കിൽ അവിടെയുള്ള നിവാസികൾ, അവരുടെ എല്ലാവരുടെയും മദ്യപാനം, അതൊരു ഉത്സവം പോലെയൊക്കെയാണ് കവി വർണ്ണിച്ചത്. അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ളതായ രതിക്രീഡകളുമൊക്കെയാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ശ്ലോകത്തിലും പറയണത്. നമുക്ക് ആദ്യം 87ാമത്തെ ശ്ലോകം നോക്കാം. മാർഗശ്രമം ശൗരിപുരാംഗനാനാം മൈരേയസേവാ ശിഥിലീചകാര രതേന മീനധ്വജ സംഭവേന ശ്രമസ്തുതാസാമുദഭൂന്മഹീയാൻ. ആദ്യം പദച്ഛേദം പറയാം. മാർഗശ്രമം ശൗരിപുരാംഗനാനാം മൈരേയസേവ ശിഥിലീചകാര രതേന മീനധ്വജ സംഭവേന ശ്രമഃ തു താസാം ഉദഭൂത് മഹീയാൻ. ഇവിടെ ശൗരിപുര അങ്കനകളെ പറ്റിയിട്ടാണ് പറയണത്. അതിൽ എത്ര ആലോചിച്ചിട്ടും അതിനൊരു ചർച്ച കാണാനില്ല. യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്ത് വന്നവരിൽ സ്ത്രീകളുണ്ടായിരുന്നു എന്ന് പറയണില്ല. പൊതുവെ അന്നത്തെ കാലത്ത് പുരുഷന്മാരുടെ സൈന്യങ്ങളൊക്കെ തന്നെ വരാറുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ശൗരിപുരാംഗനാനാം മാർഗശ്രമം എന്നുള്ളത് വർണ്ണിച്ചത് എന്ന് മനസ്സിലാവണില്ല. സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചാണ് നാട്യശാലയിലേക്ക് പോയതെന്നൊക്കെ പറഞ്ഞു. അതിൽ സ്ത്രീകളെന്ന് പറയുമ്പോൾ പൊതുവെ സൈന്യത്തിലെ സ്ത്രീകൾ എന്നൊന്നും നമ്മൾ കരുതിയിരുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെ എടുത്തു പറയണത് കൊണ്ട് ആ സൈന്യങ്ങളോടൊപ്പം സ്ത്രീകളും വന്നിട്ടുണ്ടാവണം എന്ന് വേണം കരുതാൻ. നമുക്ക് അന്വയത്തിലേക്ക് കിടക്കാം. മൈരേയ സേവ. മൈരേയം നേരത്തെ പറഞ്ഞതാണ്, ഒരു പ്രത്യേക തരത്തിലുള്ള മദ്യം. ഈ കരിമ്പിൻ്റെ നീരിൽ നിന്നൊക്കെ അതൊക്കെ പുളിപ്പിച്ചുണ്ടാക്കുന്നതായിട്ടുള്ളൊരു മദ്യമാണ്. അത് കുടിച്ചത് കൊണ്ട്, മൈരേയ സേവ കൊണ്ട് ശൗരിപുരാംഗനാനാം മാർഗശ്രമം ശിഥിലീചകാര. ശൗരി പുരാംഗനമാർ, ശൗരി ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണൻ്റെ പുരത്തിലെ അങ്കനമാർ, അതായത് ദ്വാരകയിലെ സ്ത്രീകൾ. ഏത് സ്ത്രീകളാണെന്ന് കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കവിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് പറ്റിയതാണോ എന്നും അറിയില്ല. വർണ്ണിച്ചു വന്നപ്പോൾ പെട്ടെന്ന് തെറ്റിപ്പോയതാണോ എന്നൊന്നും വ്യക്തമല്ല. ഇവിടെ സ്ത്രീകളെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, ദ്വാരകയിലെ സ്ത്രീകൾ. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് സൈന്യത്തോടൊപ്പം പോന്നിട്ടുള്ളവരായിട്ടുള്ള സ്ത്രീകളാവാം എന്ന് മനസ്സിലാക്കാം. ശൗരിപുരാംഗനാനാം മാർഗശ്രമം ശിഥിലീചകാര. ഈ മദ്യസേവ കൊണ്ട് അവരുടെ മാർഗത്തിന്, അതായത് വഴി നടന്നുണ്ടായ ക്ഷീണമൊക്കെ മാറിക്കിട്ടി. അപ്പോൾ ഈ മദ്യം അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ബോധക്കുറവ് അനുഭവപ്പെടുമ്പോൾ ശരീരത്തിലുള്ള വേദനകൾ, വയ്യായികകൾ, കാലിലുള്ള വേദന, നീര്, കഴപ്പ് തുടങ്ങിയിട്ടുള്ളതൊന്നും അറിയാണ്ടാവും. അതുകൊണ്ട് മദ്യപാനം നടത്തിയത് കൊണ്ട് അവിടെ നിന്ന് വന്ന സ്ത്രീകൾക്ക് ക്ഷീണങ്ങളൊന്നും അനുഭവപ്പെട്ടില്ല. ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ചതിൻ്റെ ക്ഷീണങ്ങളൊന്നും അനുഭവപ്പെട്ടില്ല. അതാണ് പറയണത്. മാർഗശ്രമം ശിഥിലീചകാര. ഈ മദ്യപാനം അതിനെ ഇല്ലാതെയാക്കി. എന്നാൽ തു, അങ്ങനെ ആണെന്നിരിക്കട്ടെ, പിന്നെന്താണ് ഉണ്ടായത്? താസാം, അവരുടെ മീനധ്വജ സംഭവേന രതേന മഹീയാൻ ശ്രമ ഉദഭൂത്. വഴി നടന്നത് കൊണ്ടുണ്ടായ ക്ഷീണമുണ്ടായില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ചില ക്ഷീണങ്ങൾ എന്തായാലും ആരംഭിച്ചു, അതിനുള്ള ക്ഷീണത്തിനുള്ള മാർഗങ്ങളൊക്കെ ആരംഭിച്ചു എന്ന് പറയാണ്. താസാം, ഈ സ്ത്രീകളുടെ മീനധ്വജ സംഭവേന. മീനധ്വജൻ എന്ന് പറഞ്ഞാൽ കാമദേവനാണ്. കാമദേവൻ്റെ കൊടിയടയാളം മത്സ്യമാണ്. അപ്പോൾ മകരകേതു എന്നൊക്കെ പറയാറുണ്ട്. മകര മത്സ്യമാണ് കാമദേവൻ്റെ കൊടിയടയാളമായിട്ട് പ്രഖ്യാതമായിരിക്കുന്നത്. അപ്പോൾ മീനധ്വജ സംഭവേന, കാമദേവൻ മൂലമുണ്ടായതായ രതേന, രതിക്രീഡകൾ കൊണ്ട് മഹീയാൻ ശ്രമ ഉദഭൂത്, വളരെ വലിയ ക്ഷീണമുണ്ടാവുകയും ചെയ്തു. മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചതിൻ്റെ ക്ഷീണമുണ്ടായില്ല എന്നേ ഉള്ളൂ. ക്ഷീണമുണ്ടായില്ല എന്ന് തീർത്തു പറയണില്ല. അവരുടെ കാമികളോടൊത്തുള്ള രതിക്രീഡകൾ കൊണ്ട് രതേന മഹീയാൻ ശ്രമ, വളരെ വലിയ ക്ഷീണമാണ്, ക്ഷീണമാണ് അവർ അനുഭവിച്ചത്. അത് അനുഭവിക്കാൻ ആരംഭിച്ചു. ഉദഭൂത് എന്ന് പറഞ്ഞപ്പോൾ അത് വർദ്ധിച്ചു വരാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോൾ ഒരു ക്ഷീണം അനുഭവിച്ചില്ല എന്നുള്ളത് കൊണ്ട് ആശ്വാസമൊന്നുമല്ല ആ സ്ത്രീകൾക്കുണ്ടായത്. അവർക്ക് വേറെ തരത്തിലുള്ള ക്ഷീണങ്ങൾ
രതിക്രീഡകൾ കൊണ്ടുള്ള ക്ഷീണങ്ങളുണ്ടായി എന്നർത്ഥം. നമുക്ക് 88ാമത്തെ ശ്ലോകം കൂടി നോക്കാം. താസാം തഥാപീതനവാസവാനാം മദേന യാത്കിഞ്ചിദജാനതീനാം സംഭോഗകാർക്കശ്യ സഹാന്യഭൂവന്നംഗാനി മല്ലീസുമനോ മൃദൂനി. നമുക്ക് ആദ്യം പദങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. താസാം തഥാ പീതനവാസവാനാം മദേന യാത്കിഞ്ചിദജാനതീനാം സംഭോഗകാർക്കശ്യ സഹാനി അഭൂവൻ അംഗാനി മല്ലീസുമനോ മൃദൂനി. ഇതൊക്കെയാണ് ഇതിലെ പദങ്ങൾ. ഇതിൽ യാത് കിഞ്ചിതജാനതീനാം എന്നുള്ള പദം ചെറിയൊരു സംശയം തോന്നി, യത് കിഞ്ചിതജാനതീനാമാണോ എന്നുള്ളത്. പക്ഷേ വ്യാഖ്യാനത്തിലൊക്കെ യാത് കിഞ്ചിത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യവും മനസ്സിലാക്കാത്തവർ, ഒന്നും മനസ്സിലാവാത്തവർ, ഈ മദ്യപാനം കൊണ്ട് എല്ലാ സ്വബോധങ്ങളും മറന്നുപോയ സ്ത്രീകൾ എന്നാണ് അർത്ഥം. നമുക്ക് ഈ അന്വയത്തിലേക്ക് കിടക്കാം. ശ്ലോകത്തിൻ്റെ തഥാ പീതനവാസവാനാം താസാം. തഥാ അപ്രകാരമൊക്കെ, ഇപ്പോൾ പറഞ്ഞു നിർത്തിയ രീതിയിലൊക്കെ തന്നെ വളരെ വിസ്തരിച്ച്, വളരെ വിലാസത്തോടുകൂടി, വളരെ അഹങ്കാരത്തോടുകൂടി മതോന്മത്തരായി തീർന്ന സ്ത്രീകളും പുരുഷന്മാരും, അവിടെ സ്ത്രീകളെ പറ്റിയിട്ടാണ് ഇപ്പോൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെയുള്ളവരായിരുന്നു? പീതനവ ആസവാനാം. നവ ആസവം, പുതിയതായിട്ടുണ്ടാക്കിയതായ മദ്യം, ആ മദ്യം കുടിച്ചവർ, അതാണ് പീത നവാസവാനാം താസാം. അങ്ങനെ മദ്യപാനം നടത്തിയത് കൊണ്ട് മതോന്മത്തരായി തീർന്ന താസാം, അവരുടെ, ആ സ്ത്രീകളുടെ, അവരുടെ മദേന, മതം കൊണ്ട്. മതം എന്ന് ഭവിച്ചാൽ ഇപ്പോൾ എന്താണുള്ളത്, യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് തുടങ്ങിയിട്ടുള്ളതൊക്കെ മറന്നുപോകും. അതുകൊണ്ടാണ് മദേന എന്ന് പറഞ്ഞത്. മതം കൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? യാത് കിഞ്ചിത് അജാനതീനാം, എന്താണോ ഇവിടെ സംഭവിക്കുന്നത് അതൊന്നും തന്നെ അറിഞ്ഞില്ല. യത് കിഞ്ചിത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചിലത്, അതൊന്നും അറിയാത്തവരായി തീർന്നു, ഒന്നും മനസ്സിലാവാത്തവരായി. യാത് കിഞ്ചിത് അജാനതീനാം, അവരുടെ, ആ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ, തൽക്കാലത്തേക്കെല്ലാം മറന്നുപോയിട്ട് ഒന്നും ഓർമ്മയില്ലാത്തവരായിട്ടുള്ള ആ സ്ത്രീകളുടെ മല്ലീസുമനോ മൃദൂനി അംഗാനി. മല്ലീസുമനസ്സുകൾ എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവാണ്. ഈ കുരുക്കുത്തി മുല്ല എന്നൊക്കെ പറയണതിനെയാണ് മല്ലി എന്ന് പറയണത് അത്രേ. ആ മുല്ലപ്പൂ പോലെ അത്രയ്ക്ക് മൃദുലമായിട്ടുള്ള അംഗങ്ങളോട് കൂടിയവർ. മല്ലീസുമനോ മൃദൂനി അംഗാനി, അങ്ങനെയുള്ള അംഗങ്ങൾ, ആ സ്ത്രീകളുടെ അംഗങ്ങൾ. സംഭോഗ കാർക്കശ്യ സഹാനി അഭൂവൻ, പുരുഷന്മാരുമായിട്ടുള്ള കർക്കശമായിട്ടുള്ള, അതായത് തീവ്രമായിട്ടുള്ള രതിക്രീഡകൾക്ക് പാത്രീഭവിച്ചു. യാതൊരു മയവുമില്ലാത്തതായിട്ടുള്ള രതിക്രീഡകൾ. അപ്പോൾ അവരുടെ ശരീരം മുല്ലപ്പൂ പോലെ തളിര് പോലെയൊക്കെ ഇരിക്കുന്നതായിരുന്നു എങ്കിൽ പോലും പുരുഷന്മാരുമായിട്ടുള്ള രതിക്രീഡകളിൽ ഏർപ്പെട്ടപ്പോൾ അതിന് യാതൊരു തടസ്സവും ഉണ്ടായില്ല. അത്രയ്ക്ക് ശരീരത്തിന് ബലമുണ്ടായി തീർന്നു. അത് മദ്യപാനം കൊണ്ട് ബോധം കെട്ടുപോയി എങ്കിലും ശരീരത്തിൻ്റെ മാർദ്ദവം അതുപോലെ തന്നെ തുടർന്നു എങ്കിലും ഇവരുടെ പുരുഷന്മാരുമായിട്ടുള്ള രതിക്രീഡകൾക്ക് അതിനുള്ള ശക്തി ഉള്ളതായി തീർന്നു എന്നാണ് കവി പറയണത്. മദ്യസേവ കൊണ്ട് ക്ഷീണിതകളായി തീർന്നു, അല്ലെങ്കിൽ അവരുടെ ബോധമൊക്കെ നഷ്ടപ്പെട്ടുവെങ്കിലും അവർ പരിപൂർണമായിട്ട് ശാരീരികമായിട്ട് ഒന്നിനും കൊള്ളാത്തവരൊന്നും ആയിരുന്നില്ല എന്ന് പറയാനാണ് കവി ഉദ്ദേശിച്ചത്. അവർ താന്താങ്ങളുടെ പുരുഷന്മാരുമായിട്ട് ക്രീഡകളിൽ ഏർപ്പെട്ടു എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. മാർഗശ്രമം ശൗരിപുരാംഗനാനാം മൈരേയസേവാ ശിഥിലീചകാര രതേന മീനധ്വജ സംഭവേന ശ്രമസ്തു താസാമുദഭൂന്മഹീയാൻ. താസാം തഥാ പീതനവാസവാനാം മദേന യാത് കിഞ്ചിദജാനതീനാം സംഭോഗകാർക്കശ്യ സഹാന്യഭൂവന്നംഗാനി മല്ലീസുമനോ മൃദൂനി. മല്ലീസുമനോ മൃദൂനി എന്ന് പറയുമ്പോൾ മല്ലിപ്പൂവ് പോലെ, അതാണ് സുമനസ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുള്ളൊരു പദമാണ്. അതുപോലെ, അതായത് പൂവ് പോലെ, സുമനസ് എന്നുള്ളതിന് നല്ല മനസ്സുള്ളവരെ, ദേവന്മാരെ, പൂവ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ മല്ലിപ്പൂവ് എന്നർത്ഥം മുല്ലപ്പൂവ്. അതുപോലെ മൃദുവായിരുന്ന അംഗങ്ങൾ. അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ തീവ്രമായിട്ടുള്ള രതിവീഴ്ചകൾക്ക്
തയ്യാറായി എന്നാണ് കവി പറയണത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.